KSRTC ജീവനക്കാരുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ. യാതൊരു ആശങ്കയും നിങ്ങൾ രാഷ്ട്രീയം ഒരു നിമിഷം മാറ്റിവെക്കുക, കുറച്ച് ദിവസത്തേക്ക് രാഷ്ട്രീയം മാറ്റിവെക്കുക, ഇതിനെ കരകയറ്റുക നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഞാൻ 67 കോടി രൂപയോളം ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ജീവനക്കാരുടെ ബാങ്ക് ലോണിനടയ്ക്കാനുള്ള കുടിശ്ശിക അടക്കം അടച്ചു തന്നു എന്ന് മറക്കരുത്. KSRTC ജീവനക്കാരുടെ സഹകരണ സ്ഥാപനം, ആ സഹകരണ സ്ഥാപനത്തിന് കൊടുക്കാനുണ്ടായിരുന്ന 32 കോടി രൂപയാണ്. അതിൽ 19 കോടിയിലധികം നിങ്ങൾക്ക് അടച്ചു തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് പൈസ കിട്ടിയാലും അത് ജീവനക്കാരെ പിടിച്ചു വെച്ച ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കുക, അവരുടെ പേരിൽ ലോൺ എടുത്തതിനു ശേഷം കൊടുക്കാതെ എല്ലാം തിരിച്ചടയ്ക്കാൻ വ്യക്തിപരമായി ഞാൻ കൂടെ വന്നിട്ടാണ് ചെയ്യുന്നത്. പ്രമോദ് ശങ്കർ CMD ആയി വന്നതിനു ശേഷം ഞങ്ങൾ പൈസ ഏത് കിട്ടിയാലും, സ്ക്രാപ്പ് വിറ്റ് പൈസ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അടച്ചു തരാണ്. പുതിയ വണ്ടി വാങ്ങാൻ ഇപ്പോഴാണ് പൈസ കിട്ടിയത്. അതുവരെ സ്ക്രാപ്പ് വിറ്റ് കിട്ടിയ കാശ് പോലും നിങ്ങളുടെ ലോണുകളിലേക്ക് അടച്ചു. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളൊന്ന് പിടിച്ചെടുക്കുകയും അടയ്ക്കാതിരിക്കുകയും ചെയ്ത പൈസ അടച്ചു. 67 കോടി രൂപയാണ് നിങ്ങൾക്കായി പല ഘട്ടങ്ങളിലായി പ്രോവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ്, ഇങ്ങനെ എല്ലാത്തിനും അടച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഡ്യൂ ഇല്ല, മനസ്സിലാക്കണം. ഇപ്പൊ സമരം ചെയ്യാൻ ചിലർ വിളിക്കും, നമുക്ക് പണിമുടക്കാൻ വരൂ എന്ന് വിളിക്കും ചിലർ. പോകുന്നവർ ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ നന്മയാണ് ഇപ്പൊ പ്രധാനം. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എടുക്കാം. ഗണേഷ് കുമാരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ദൈവം സഹായിച്ചാൽ. അവിടെ വാ, രാഷ്ട്രീയം അവിടെ നേരിടാം. പക്ഷേ സാധാരണക്കാരായ ജീവനക്കാരുടെ കഞ്ഞിയിൽ ഇനിയും പാറ്റയിടാൻ, മണ്ണുവാരിയിടാൻ ട്രേഡ് യൂണിയൻ ഉപയോഗിക്കാൻ പാടില്ല, അതിൽ കൂട്ടു നിൽക്കാൻ പാടില്ലെന്ന് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്. ചിലർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പണിമുടക്കിൽ പങ്കെടുക്കുന്നവർ അബദ്ധത്തിൽ ചാടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പങ്കെടുത്തിട്ട് അബദ്ധം പറ്റിപ്പോയി വണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞ് വന്നാൽ യാതൊരു ആനുകൂല്യം ഉണ്ടാവില്ല. ഡൈസ് നോൺ ബാധകമാണ്. അതോടൊപ്പം തന്നെ ജീവനക്കാരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നവർ ശ്രദ്ധിക്കുക. ഇതിന്റെ നാശമല്ല നമ്മൾ മുന്നിൽ കാണുന്നത്, ഇതിന്റെ നന്മയാണ് മുന്നിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ക്രൈസിസ് എന്ന് പറഞ്ഞ സംഭവം. ഈ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജീവനക്കാരും മാനേജ്മെന്റ് ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടണം. ഇന്ന് നിങ്ങൾ കണക്കെടുത്ത് പോയി നിങ്ങളുടെ ട്രേഡ് യൂണിയൻ നേതാക്കളോട് ചോദിക്കും, കണക്കെടുത്ത് പോയി ഞാൻ പറഞ്ഞ കണക്കിൽ കള്ളമുണ്ടെങ്കിൽ പരിശോധിക്കാം. പ്രോവിഡന്റ് ഫണ്ട് ആവട്ടെ, നിങ്ങളുടെ ഇൻഷുറൻസ് ആകട്ടെ, അല്ലേ, ആനുകൂല്യം കണക്കാൻ കൊണ്ടുവന്നിട്ടില്ല, അയക്കാമായിരുന്നു കൃത്യമായിട്ട്. ഇതെല്ലാം കൊടുത്തിട്ടും സർക്കാരിന് മാനേജ്മെന്റിനെതിരെ സമരം ചെയ്യുമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ദുഷ്ട ലക്ഷ്യമുണ്ട് എന്ന് മാത്രം മനസ്സിലായി. വരാൻ പോകുന്ന റഫറണ്ടം മുന്നിൽ കണ്ടുകൊണ്ട് ജീവനക്കാരെ കബളിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ജീവനക്കാരെ കൂട്ടുനിൽക്കാൻ പാടില്ല. പണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ പണിമുടക്കാൻ പോയാൽ ശമ്പളം വൈകുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും വൈകാൻ പോകുന്നത്. എവിടെ നിന്നില്ലാത്ത പൈസ മുഴുവൻ സമാഹരിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൊടുക്കാനുള്ള പൈസ ഞാൻ കൂടെ ഇരുന്ന് മറിച്ച് തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് മാസത്തിൽ ഒരുമിച്ച് ശമ്പളം തരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സ്വപ്നമായിരുന്നു. അത് സാധിച്ചു തന്ന ഞാൻ നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരുമെന്ന് ഞാൻ തന്നിരിക്കുക. അതിന് സമരം ചെയ്താൽ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. പണിമുടക്കി തൊഴിലാളി എന്തായാലും ഇപ്പോൾ ഉടനെ കൊടുക്കുന്നതിന് സർക്കാരിന്റെ നീക്കങ്ങളൊക്കെ കറക്റ്റായിട്ട് സർക്കാർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1-ാം തീയതി ശമ്പളം കൊടുക്കും, ആദ്യത്തെ ആഴ്ച ആദ്യം, പിന്നെ 1-ാം തീയതി ശമ്പളം കൊടുക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് KSRTC മുഴുവൻ ജീവനക്കാർക്കും ബോധ്യമുള്ളപ്പോൾ അതിനുവേണ്ടി ഒരു പണിമുടക്ക് സംഘടിപ്പിച്ച് നാളത്തെ വരുമാനം കുറച്ചുകൊണ്ട് KSRTC നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് KSRTC ജീവനക്കാരോടുള്ള സ്നേഹമല്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം ഒന്നും പറയുമല്ല, ഞാൻ രാഷ്ട്രീയം പറയത്തില്ല, ഇങ്ങനെയുള്ള സ്ഥലത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഈ പ്രസ്ഥാനത്ത്, ഈ KSRTC എന്ന കേരളത്തിലെ മനുഷ്യന്റെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു പ്രസ്ഥാനമാണ് KSRTC. മലയാളിയുടെ ഒരു സ്വപ്നവും സ്നേഹവുമാണ് KSRTC. ആ KSRTC തകർക്കാനുള്ള ഒരു ഗൂഢാലോചന എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒന്നും പറയാനില്ല. ഇത്തരം രാഷ്ട്രീയ ബുദ്ധികൾ പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥാപനത്തിൽ പണിമുടക്ക് നടത്തി ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് പണിമുടക്ക് നടത്തുന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല എന്ന് മാത്രം മനസ്സിലാക്കിയാണ്. ആരോടുമുള്ള സ്നേഹമല്ല. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ഞാൻ പറയുന്ന സത്യമാണ്, കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല. പണം കിട്ടുന്ന ഓരോ പൈസയും ഇവിടെ ഏറ്റവും കൂടുതൽ വേറെ ആർക്ക് പൈസ ചിലവാക്കി? KSRTC കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കിട്ടിയ ഏത് വരുമാനം ജീവനക്കാരുടെ ആവശ്യത്തിനല്ല ചിലവാക്കിയിട്ടുണ്ട് പറയും. വണ്ടി വാങ്ങാൻ പണമില്ലായിരുന്നു, എന്നിട്ടും ഇപ്പൊ സർക്കാർ 63 കോടി രൂപ കൊടുത്തു. ഈ ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും എല്ലാം കൂടാതെ സമ്പൂർണമായി 12 മാസവും പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ്. ഓരോ മാസവും 50 കോടി രൂപയധികം ശമ്പളത്തിനായി തരുന്നത് സർക്കാരാണ്. എന്തിനാണ് സമരം എന്ന് ചോദിച്ചാൽ 1-ാം തീയതി ശമ്പളം കിട്ടണം. 1-ാം തീയതി ശമ്പളം കിട്ടും എന്ന് എത്ര ദിവസമായിട്ട് ഞാൻ പറയുന്നു. പേടിക്കേണ്ട, 2 മാസം ശരിയാക്കാം. അതിന് ഒരുപാട് സാങ്കേതിക കാര്യമുണ്ട്. രാവിലെ ഇങ്ങോട്ട് വാ, എത്ര 73 കോടി രൂപ ശമ്പളം കൊടുക്കാൻ വേണം. കൊടുക്കേ എന്ന് പറഞ്ഞാൽ കൊടുക്കുകയൊന്നുമില്ല. ഇവിടെ എടുക്കാൻ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളാണ്. അവിടുന്ന് മറിച്ച് ഇവിടുന്ന് അതൊരു കച്ചവടമാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ച് റെഡിയാക്കി ജീവനക്കാരെ ശമ്പളം കൊടുക്കാൻ ശ്രമിക്കും. അത് നടത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തുമെന്നറിയാം. അത് നടത്താൻ മുഖ്യമന്ത്രി എനിക്ക് പച്ചക്കൊടി നൽകിയിട്ടുണ്ട്. എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങളെ മാനേജ് ചെയ്യുകയാണ്. അത് നടക്കും എന്ന് ഉറപ്പാക്കുമ്പോൾ ഞങ്ങളുടെ ശമ്പളം 1-ാം തീയതി. കഴിഞ്ഞ ദിവസം എറണാകുളം കോഴിക്കോട് നടന്ന DC ബുക്സിൽ നടന്ന ചർച്ചയിൽ
എന്നോട് ചോദിച്ചു, KSRTC ജീവനക്കാർക്ക് ഒന്നും ശമ്പളം കൊടുക്കും എന്ന് ഒരു സ്വകാര്യ ചടങ്ങിൽ പോലും അവിടെ വെച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാധ്യമ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, കൊടുക്കും, 1-ാം തീയതി ശമ്പളം കൊടുക്കും. കയ്യടിയോടെയാണ് അവിടെ ഇരുന്നവർ സ്വീകരിച്ചത്. അത് കേട്ടയച്ചു പോയിട്ട് 1-ാം തീയതി സമരം ചെയ്യണം, ശമ്പളം തരണം പറഞ്ഞ് നോട്ടീസ് കൊടുക്കുന്നത് എന്ത് ബുദ്ധിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ആ നന്മ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വരികയാണ്. ആ ഒരു ബുദ്ധിയും നന്മയും കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വരികയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ആശയങ്ങൾ ബഹുമാനപ്പെട്ട MLA മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പ്രധാനമായുള്ള സ്റ്റേഷനുകൾ വിതുര, വെള്ളനാട്. അപ്പോൾ അദ്ദേഹം 10 ലക്ഷം രൂപയ്ക്ക് തന്നാൽ മതി, അതിങ്ങ് തന്നാൽ മതി. അതിനെ നമ്മൾ കൃത്യമായി വിന്യസിച്ച് അങ്ങയുടെ മണ്ഡലത്തിലെ 3 ഡിപ്പോകളിലും ഞങ്ങൾ കമ്പ്യൂട്ടർ വയ്ക്കാം. വേറെ ഞങ്ങൾ ചെലവ് ആപ്പ് വഴി ഞങ്ങൾക്ക് ഓരോ ഡിപ്പോയിലേക്കും 5 കമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട്. അതിലൂടെ ക്ലബ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തി അങ്ങ് തരാൻ കാണിക്കുന്ന മനസ്സിന് നന്ദിയുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തു. പക്ഷേ ധനകാര്യ വകുപ്പ് യാതൊരു വിധത്തിലും ഇതൊരു 3-4 തവണ പോയിട്ട് വന്നതാണ്. അങ്ങ് പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ചെയ്തു. പക്ഷെ അത് ഇങ്ങനെ മാറിപ്പോയി. ഒടുവിൽ 10 ലക്ഷം രൂപ, ആദ്യം 8 ലക്ഷം രൂപയാണ് പറഞ്ഞത്, 10 ലക്ഷം രൂപ എന്ന് എത്തിച്ച് നിർത്തുകയായിരുന്നു. അതിൽ അങ്ങയുടെ 3 ഡിപ്പോകളിലേക്കും അങ്ങ് 10 ലക്ഷം രൂപയും ഇതിനു വേണ്ടി MDക്ക് അനുവദിച്ചു കൊടുത്താൽ മതി. ബാക്കി അതിൻ്റെ കമ്പ്യൂട്ടർ കൃത്യമായി വിന്യസിക്കുകയും ചെലവ് ആപ്പിന് വേണ്ടി 5 കമ്പ്യൂട്ടർ വീതം ഒരു സെൻറ്ററിൽ വരുന്നുണ്ട്, അവർ തരുന്നുണ്ട്. അതും കൂടി വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സെൻറ്ററുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യും. ചില MLA മാർ തരില്ല എന്ന് വാശി പിടിച്ചു. അവിടെ മാത്രം കമ്പ്യൂട്ടറൈസേഷൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യും. ബഹുഭൂരിപക്ഷം, അതായത് 99.9% MLA-മാർ തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചില വ്യക്തിപരമായ വൈരാഗ്യം പോലെ എന്നോടാണോ KSRTC-യോടാണോ MD-യോടാണോ അതോ ഏതൊക്കെ തവണ ബസ്സിൽ കയറിയപ്പോൾ കണ്ടക്ടർ കാലിച്ചവിട്ടി എന്ന് പറഞ്ഞാൽ പിണങ്ങിയിട്ടാണോ എന്നറിയില്ല. ചില MLA-മാർ തരില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട്. കണ്ടക്ടർ കാലിച്ചവിട്ടി, അതുകൊണ്ട് ഞാൻ അവന്മാർക്ക് പൈസ കൊടുക്കത്തില്ല എന്ന് വല്ലതും കരുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാരെങ്കിലും ചില്ലറ കൊടുക്കാൻ ബാക്കിയുണ്ടോ എന്നും എനിക്കറിയില്ല. ഏതായാലും തരില്ല എന്ന് വാശിക്ക് പറയുന്ന ആൾക്കാർ ഒഴിച്ചാൽ 99.9% MLA-മാർ കത്ത് തന്നു കഴിഞ്ഞു. അങ്ങയുടെ കൂടി സാങ്ഷൻ ചെയ്ത് തരാം. അങ്ങയുടെ മണ്ഡലത്തിലെ 3 സ്ഥാപനങ്ങളും ചേർത്ത് 10 ലക്ഷം രൂപ അങ്ങ് നൽകിയാൽ മതി. അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറെല്ലാം സെറ്റിലായി കഴിഞ്ഞു. നമ്മൾ ഓർഡർ ചെയ്തു. AS വന്നാൽ മറ്റുള്ള MLA, എൻ്റെ അടക്കം പാലഗോപാലിൻ്റെ അടക്കം എല്ലാവരുടെയും MLA-മാരുടെയും വന്നു കഴിഞ്ഞു. ഇനി അങ്ങയുടെ കൂടി പെട്ടെന്നൊന്ന് AS ആക്കി തരണം. അദ്ദേഹത്തോട് നന്ദി പറയുന്നത് ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നു എന്നൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ 40 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച് ഉത്തരവാക്കി തന്നിരിക്കുന്നു എന്നത് ഏറ്റവും കൂടുതൽ ശ്രീ സ്റ്റീഫൻ MLA പ്രശംസ അർപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ നാട്ടിൽ ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങണം, അതിനെല്ലാ സൗകര്യം ചെയ്തു തരണം എന്ന അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് അനുവദിച്ചു. ബസ് സ്റ്റേഷനിൽ അനുവദിച്ചതിനെ നമ്മുടെ സതീശൻ വന്നു. അദ്ദേഹത്തിൻ്റെ IV സതീശൻ അദ്ദേഹത്തിൻ്റെ കാട്ടക്കടയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ അനുവദിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ഇതുപോലെ പണം അനുവദിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും കാട്ടക്കടയിലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ചു കൊടുത്തതായി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനവും 2 ആഴ്ചയ്ക്കുള്ളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. MLA ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ സഹായം, അതിപ്പോൾ ഞാൻ വിട്ടുപോയതിന് ക്ഷമിക്കണം, ഏറ്റവും വലിയ സഹായം ചെയ്തത് വിതുര സർവീസ് സഹകരണ ബാങ്കാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനും അവരെ എല്ലാം പരിചയപ്പെടുത്താനും തിയറി ക്ലാസ് എടുക്കാനും. തിയറി ക്ലാസ് ഇന്നത്തെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഭാഗമാണ്. അതിന് ഏറ്റവും നല്ലൊരു സ്ഥലം, ഏറ്റവും മനോഹരമായ, ഏറ്റവും സ്വസ്ഥമായ ടൗണിൻ്റെ നടുക്ക് തന്നെയുള്ളൊരു സ്ഥലം നമുക്ക് നൽകിയത് വിതുര സർവീസ് സഹകരണ ബാങ്കാണ്. സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റിനോട് പ്രത്യേകമായ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭരണസമിതി അംഗങ്ങളോടും നന്ദി അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള സഹകരണമാണ് നമ്മുടെ നാട്ടിലെ പൊതുവായ വളർച്ചയ്ക്ക് കാരണമാണ്. ഇതൊരു വിതുരയെ സംബന്ധിച്ച് ഇതൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു ചെറിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, KSRTCയും വിതുരയും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് ഇവിടെയുള്ള മലയോര മേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ യാത്രാ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് KSRTCയുമായി MLAയും സഹകരണ ബാങ്കും പഞ്ചായത്തും എല്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സൗഹൃദ ബന്ധം പരമാവധി നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറും എന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾ